വർഷം പാർട്ടിക്കു വേണ്ടി പണിയെടുത്ത് അപമാനിച്ച് ഇറക്കിവിട്ടുന്ന എം ഹസന്റെ പരാതിയിൽ കെ ആന്റണി ഇടപെട്ട് പരിഹരിച്ചു. ഹസനെ ചെയർമാനാക്കി KPCC ഏകോപന സമിതി രൂപീകരിക്കുന്നു. ഈ സമിതിയിൽ എം ഹസനെ ചെയർമാനാക്കാനാണ് ധാരണ. UDF കൺവീനറായി സേവനമനുഷ്ഠിക്കുകയായിരുന്ന ഹസന് ഇപ്പോഴത്തെ അഴിച്ചുപണിയിലാണ് സ്ഥാനം നഷ്ടമായത്. കേരള നിയമസഭയിലേക്ക് 5 തവണ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് ഹസൻ. 2001 മുതൽ 2004 വരെ കെ ആന്റണി നേതൃത്വം നൽകിയ മന്ത്രിസഭയിൽ വാർത്താവിനിമയ പാർലമെന്ററി കാര്യ മന്ത്രിയായിരുന്നു. 2002 ആരംഭിച്ച നോർക്ക റൂട്ട്സ്, 2009 ആരംഭിച്ച ജനശ്രീ സുസ്ഥിര വികസന ദൗത്യം തുടങ്ങിയ സംരംഭങ്ങളിലൂടെയാണ് ഹസൻ ശ്രദ്ധേയമാകുന്നത്. 2017 മാർച്ച് 25 അദ്ദേഹം KPCCയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും 2018 സെപ്റ്റംബർ 18 വരെ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഈ പാരമ്പര്യമുള്ള തന്നെ AICC നേതൃത്വം മാനം കെടുത്തി പുറത്താക്കിയെന്നായിരുന്നു എം ഹസന്റെ പരാതി. ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ആന്റണി ഇടപെട്ടത്. കോൺഗ്രസ് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ചുമതലയാണ് UDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റപ്പെട്ട എം ഹസന് നൽകുക.